ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മാർക്കിനൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുപോലെയുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, താഴെ കൊടുക്കാം. എല്ലാവരും ആ ഒരു വീഡിയോ കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണ്. അപ്പം ഓരോ ചാപ്റ്ററിലും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഉള്ള ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. ഏകദേശം 6 മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹൗ ഡസ് ദ സ്റ്റോറി എ പീസ് ഓഫ് സ്ട്രിങ് ഷോ ദാറ്റ് റൂമേഴ്സ് ആർ മോർ പവർഫുൾ ദാൻ ട്രൂത്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു പാഠഭാഗം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ കഥയോ ടെക്സ്റ്റ് ബുക്കോ എല്ലാം നിങ്ങൾ വായിച്ചിരിക്കണം. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ടേക്ക് കിടക്കാം. പരമാവധി ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹൗ ഡസ് ദ സ്റ്റോറി എ പീസ് ഓഫ് സ്ട്രിങ് ഷോ ദാറ്റ് റൂമേഴ്സ് ആർ മോർ പവർഫുൾ ദാൻ ട്രൂത്ത്? എങ്ങനെയാണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന കഥ സത്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ശക്തമായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് റൂമേഴ്സ് ആണ്, കെട്ടുകഥകളാണ് എന്ന് എങ്ങനെയാണ് ഈ ഒരു കഥ നമ്മെ മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളോട് കാണിച്ചു തരുന്നത്? ഹൗ ഡസ് ദ സ്റ്റോറി എ പീസ് ഓഫ് സ്ട്രിങ് ഷോ ദാറ്റ് റൂമേഴ്സ് ആർ മോർ പവർഫുൾ ദാൻ ട്രൂത്ത്? സത്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും അസത്യമായിട്ടുള്ള കെട്ടുകഥകളാണ് എന്ന് എങ്ങനെയാണ് ഈ ഒരു കഥ നമ്മോട് കാണിച്ചു തരുന്നത് എന്നാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇൻ ദി സ്റ്റോറി മെയ്ത്രി ഹോച്ച്കോൺ ഈസ് കംപ്ലീറ്റ്ലി ഇന്നസെന്റ്. ഈ ഒരു കഥയിൽ മെയ്ത്രി ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഇന്നസെന്റ് ആയിട്ടുള്ള, പാവപ്പെട്ട, നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാണ് പൂർണ്ണമായിട്ടും. ഹി ഓൺലി ബെൻസ് ഡൗൺ ടു പിക്ക് അപ്പ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ്. അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മടങ്ങിക്കൊണ്ട് കുനിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പീസ് ഓഫ് സ്ട്രിങ് അദ്ദേഹം എടുത്തു എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു ചെറിയ കഷ്ണം കയറ്. ബട്ട് മാലൻഡൈൻ ഹിസ് എനിമി സ്പ്രെഡ്സ് എ റൂമർ ദാറ്റ് ഹി പിക്ഡ് അപ്പ് ദി ലോസ്റ്റ് വാലറ്റ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ശത്രുവായിട്ടുള്ള, എനിമി ആയിട്ടുള്ള മാലൻഡൈൻ എന്ന് പറയുന്ന വ്യക്തി എല്ലായിടത്തും ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ്. അതായത് ഹോച്ച്കോൺ മടങ്ങിക്കൊണ്ട് എടുത്തിട്ടുള്ളത് കളഞ്ഞു പോയിട്ടുള്ള വാലറ്റാണ് എന്ന്. അതായത് ആരുടെയോ കളഞ്ഞു പോയിട്ടുള്ള വാലറ്റാണ്. ആ വാലറ്റിലെ പൈസയും രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാലറ്റാണ് ഈ ഹോച്ച്കോൺ എന്ന് പറയുന്ന വ്യക്തി എടുത്തത് എന്ന് മാലൻഡൈൻ എല്ലായിടത്തും വ്യാജ പ്രചരണം നടത്തുകയാണ്. ദ വില്ലേജേഴ്സ് ക്വിക്ലി ബിലീവ് ദിസ് റൂമർ വിത്തൗട്ട് ചെക്കിംഗ് ദി ട്രൂത്ത്. എന്നാൽ അവിടെയുള്ള എല്ലാ ഗ്രാമവാസികളും, എല്ലാ ഗ്രാമത്തിൽ വസിക്കുന്നവരും, അവിടെയുള്ള എല്ലാ നാട്ടുകാരും അതിൻ്റെ സത്യം അന്വേഷിക്കാൻ നിൽക്കാതെ ആ ഒരു കെട്ടുകഥ വിശ്വസിക്കുകയാണ്. അതെ, ഹോച്ച്കോൺ എന്ത് തന്നെയാണ് എടുത്തത്, വാലറ്റ് തന്നെയാണ് എടുത്തത് എന്ന് എല്ലാ നാട്ടുകാരും അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ അത് മനസ്സിലാക്കുകയാണ്. എന്ത് ചെയ്യാണ്, ആ തെറ്റിദ്ധാരണ തന്നെ വിശ്വസിക്കുകയാണ്. Later, another man returns the wallet and proves that Hodgson had done nothing wrong. പിന്നീട് ആ വ്യക്തി എന്ത് ചെയ്യാണ്, വാലറ്റൊക്കെ തിരിച്ചു കൊടുത്ത് എന്ത് ചെയ്യാണ്, ഹോച്ച്കോൺ യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്തു. ബട്ട് ഈവൻ ആഫ്റ്റർ ദ ട്രൂത്ത് കംസ് ഔട്ട്, ദ പീപ്പിൾ സ്റ്റിൽ തിങ്ക് ദാറ്റ് ഹി സീക്രട്ട്ലി റിട്ടേൺ ദി വാലറ്റ്. എന്നാൽ സത്യം എല്ലായിടത്തും, സത്യം പകലുപോലെ എല്ലാവർക്കും അറിയാമെങ്കിലും പിന്നീടും ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്, ഇതിന് പിന്നിൽ ആരാണ്, ഹോച്ച്കോൺ തന്നെയാണ്, ഹോച്ച്കോൺ ആണ് ഈ വാലറ്റ് ഇങ്ങനെ രഹസ്യമായിട്ട് വേറൊരു വ്യക്തി കൊടുത്തിട്ട് ആ വ്യക്തി പിന്നീട് ഇത് തിരിച്ചേൽപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ കെട്ടുകഥകൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. കൂടാതെ ആ ഒരു സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പകരം അവരെന്താണ്, കെട്ടുകഥകളാണ് കൂടുതലായിട്ട് അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത്. But even after the truth comes out, the people still think that he secretly returned the wallet. They choose to believe the rumor because it is more interesting than the truth.
അവരെന്ത് ചെയ്യാണ്? ആ കെട്ടുകഥയാണ് അവർക്ക് വിശ്വസിക്കാൻ താല്പര്യം. ആ കെട്ടുകഥ കേൾക്കാനാണ്, ആ കെട്ടുകഥയാണ് സത്യമെന്ന് അവർക്ക് തോന്നാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കാരണം എന്താണ്? ഇങ്ങനെയുള്ള കെട്ടുകഥകളാണ് കേൾക്കാൻ രസമുള്ളത്. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താണ്? ഇങ്ങനെയുള്ള കെട്ടുകഥകളാണ് സത്യത്തേക്കാൾ, അല്ലെ? അതുകൊണ്ട് തന്നെ അവരാ കെട്ടുകഥകളാണ് പ്രചരിപ്പിക്കുന്നത്, അവരാ കെട്ടുകഥകളാണ് വിശ്വസിക്കുന്നത്. Hodgson tries again and again to explain himself, but the more he speaks, the more people laugh at him. ഹോജ്കോൺ എന്ത് ചെയ്യാണ്? പരമാവധി ശ്രമിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ എടുത്തത് ആ പീസ് ഓഫ് സ്ട്രിങ് മാത്രമാണ്, വാലറ്റ് ഞാനല്ല എടുത്തത്. പകരം വാലറ്റ് എടുത്ത വ്യക്തി അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ഓരോ വ്യക്തികളോടും, അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ ആയിട്ട് എല്ലാവരോടും ഹോജ്കോൺ പറഞ്ഞെങ്കിലും കേൾക്കുന്നവരൊക്കെ അദ്ദേഹത്തെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയും അദ്ദേഹത്തെ പുച്ഛിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തോട് ചിരിച്ച് നീ തന്നെയല്ലേടാ അതിന് പിന്നിൽ എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ്. ദിസ് ഫാൾസ് റൂമർ ഡിസ്ട്രോയ്സ് ഹിസ് പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഫൈനലി ഹിസ് ഹെൽത്ത്. ഈ ഒരു തെറ്റായിട്ടുള്ള ഈ ഒരു കെട്ടുകഥകൾ, ഈ ഒരു വ്യാജ പ്രചരണം അദ്ദേഹത്തിന്റെ സമാധാനത്തെയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയൊക്കെ നശിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഹി ഡൈസ് റിപ്പീറ്റിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രിങ്. അതെന്താണ്? മരിക്കുമ്പോൾ വരെ അദ്ദേഹം പറയുന്നത് എന്താണ്? എ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രിങ് എന്നാണ്. അതായത് ആ ഒരു ചെറിയ കഷ്ണം ഇതാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ കഷ്ണം കയറ് എന്നിങ്ങനെ അദ്ദേഹം പറയാണ് മരിക്കുമ്പോൾ പോലും. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുള്ള വിള്ളല് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുള്ള മുറിവ് എത്രത്തോളമാണെന്ന്. This story clearly shows that once a rumor spreads, it becomes stronger than any proof. ഈ ഒരു കഥ നമ്മോട് പറയുന്നുണ്ട്, നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്, ഒരിക്കൽ ഒരു വ്യാജ പ്രചരണം എല്ലായിടത്തും പ്രസിദ്ധപ്പെടുകയാണെങ്കിൽ അത് പിന്നീട് സത്യത്തെക്കാൾ വേഗത്തിലാണ് അത് പ്രചരിക്കുക. അതിന് യാതൊരു തരത്തിലുള്ള പ്രൂഫും ആർക്കും ആവശ്യമായിട്ട് വരികയുമില്ല. യാതൊരു തരത്തിലുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം മറ്റൊന്നാണെങ്കിൽ പോലും അവർക്ക് ആ കെട്ടുകഥകൾ കേട്ട് അതിൽ വീണ്ടും കഥകൾ ഉണ്ടാക്കാനാണ് മറ്റുള്ളവർക്ക് താല്പര്യം എന്ന് ഈ കഥ നമ്മോട് കാണിച്ചു തരുന്നുണ്ട്. Maupassant teaches us that rumors can damage a person's life more than the truth can save it. മോപ്പസന്റ് നമ്മോട് പറയുന്നത് എന്താണ്? മോപ്പസന്റ് ആരാണ്? ഇത് എഴുതിയ വ്യക്തിയാണ്, അല്ലെ? ഈ ഒരു കഥ എഴുതിയ വ്യക്തിയാണ്. Teaches us that rumors can damage a person's life more than the truth can save it. അതായത് നമ്മോട് കഥാകൃത്ത് എന്താണ് പറയുന്നത്? കെട്ടുകഥകൾ ഒരു മനുഷ്യന്റെ ജീവിതം എത്രത്തോളം ഭയാനകമാക്കുന്നു, എത്രത്തോളം ബുദ്ധിമുട്ടാക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു കഥയിലൂടെ നമ്മുടെ കഥാകൃത്ത് തെളിയിച്ചു തരികയാണ്. കൂടാതെ സത്യത്തെക്കാൾ, ഒരു സത്യം എത്രത്തോളം വലുതാണോ അതിനേക്കാളും വേഗത്തിലാണ്, അതിനേക്കാളും പവർഫുൾ ആയിട്ടാണ് ഈ കെട്ടുകഥകൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് എന്നുകൂടി ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? ഒരു കെട്ടുകഥ കാരണം ഒരു വ്യക്തിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാവുക എന്നുള്ളത് വളരെ വലിയൊരു, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രൂഫില്ലാതെ, ഒരു സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ഒരു കാര്യവും നമ്മൾ ആരോടും പോയി പറയരുത്, അല്ലെ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റിയിട്ട് ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് അതാണ് സത്യമെന്ന് നമ്മൾ ഒരിക്കലും തീരുമാനിക്കരുത്. നിങ്ങൾ എന്ത് കാര്യം കേൾക്കുമ്പോഴും അതിന്റെ വാസ്തവം എന്താണ്, അതിന്റെ പിന്നിൽ എന്താണ്, അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ നമ്മൾ മറ്റുള്ളവർ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട്, കെട്ടുകഥകളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തകർക്കാൻ വേണ്ടി പാടില്ല. ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് ഈ ഒരു കഥ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? ഒരു സത്യം എത്രത്തോളം മനുഷ്യന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്നോ അല്ലെങ്കിൽ സേവ് ചെയ്യുന്നോ അതിനേക്കാളും ഭയാനകമായിട്ട് ഈ ഒരു കെട്ടുകഥകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെയാണ്. അപ്പം
പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുണ്ടാകും. സ്വാഭാവികമാണ്. കാരണം ഞാനല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുക? കമന്റിലൂടെ അറിയിക്കുക. വീണ്ടും 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 ഞാൻ പറഞ്ഞു തരും. കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിലൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ഇതങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെക്കുന്നതിന് പകരം ഈ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ഒരു ചോദ്യം ഇങ്ങനെ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാമെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പം ഈ ഒരു ചോദ്യം വെച്ചിട്ട് നിങ്ങൾ തന്നെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു 3 തവണയൊക്കെ വായിച്ചതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെയാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. മറ്റേ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പാഠഭാഗത്തിലെ തന്നെ വേറൊരു 6 മാർക്കിന്റെ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെയാണ്. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.